2024 ഞാൻ എനിക്ക് നമ്മുടെ നരേന്ദ്രമോദിജി ഒരു അവസരം തന്നു. രാജുവേട്ടൻ പറഞ്ഞു അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു അവസരം 2024 കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം നല്ല ഒരു വർക്ക്, നല്ല ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒരു നല്ല വോട്ട് സംസ്ഥാന സർക്കാരിനോട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പറയുകയാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിടണം, അതിൽ നിന്നും കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും പറ്റിക്കൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ടെത്തിക്കണം. ആദ്യത്തെ ഒരു ലക്ഷ്യം കോർപ്പറേഷൻ പിടിക്കാനായിരുന്നു. അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് കോർപ്പറേഷൻ പിടിക്കും. നട്ടല്ലുറപ്പോടെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഈ രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള വിധേയമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എനിക്ക് അവസരം. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് ഞാൻ ഒരു ഇന്നതാവണമെന്നോ മറ്റേതാവണമെന്നോ പവറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങൾ BJPക്ക് അധികാരം ഭരണം നൽകിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിലെ കെട്ടിവെച്ച ഈ വിവാദ രാഷ്ട്രീയം, CPM കോൺഗ്രസ് കെട്ടിവെച്ച വിവാദ രാഷ്ട്രീയം, പ്രീണ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, BDJSലെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അംബീഷ് ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നീണ്ടിട്ട് പ്രസംഗിക്കാൻ പോകുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 2024 ഞാൻ എനിക്ക് നമ്മുടെ നരേന്ദ്രമോദിജി ഒരു അവസരം തന്നു. തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കാൻ, തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി അവരെ സേവിക്കാൻ ഒരു അവസരം തന്നു. ഞാൻ അവിടെ 24 മാർച്ച് 7 മുതൽ പ്രവർത്തിച്ചു. നിങ്ങളെല്ലാവരെയും പിന്തുണയും. ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിയായിരുന്നു, ആരും എന്നെ അറിഞ്ഞില്ല. പക്ഷെ ആ ഇലക്ഷനിൽ നല്ല ഒരു വർക്ക്, നല്ല ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒരു നല്ല വോട്ട് എനിക്ക് പിടിക്കാൻ കിട്ടി. ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വികസിത തിരുവനന്തപുരം സൃഷ്ടിക്കാൻ, ഒരു വികസിത തിരുവനന്തപുരത്ത് ഒരു കാഴ്ചപ്പാട് ഞാൻ അന്ന് മുമ്പോട്ട് വെച്ചു, പാർട്ടി മുമ്പോട്ട് വെച്ചു. നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തത് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തിരുവനന്തപുരം വിടില്ല. ഈ സ്വപ്നം, വികസിത തിരുവനന്തപുരത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അന്ന് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ വീട് വാങ്ങിച്ചു, വിട്ടില്ല. ആദ്യത്തെ ഒരു ലക്ഷ്യം കോർപ്പറേഷൻ പിടിക്കാനായിരുന്നു. അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് കോർപ്പറേഷൻ പിടിക്കും.
ആ ലോക്സഭ ഇലക്ഷൻ ഞാൻ കഴിഞ്ഞ് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹം ഒരു പുതിയൊരു വ്യക്തി, അറിയാത്തൊരു വ്യക്തി, പ്രധാനമന്ത്രി അയച്ച ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും തന്നത് നിയമമണ്ഡലത്തിൽ ജനങ്ങളാണ്. അന്നും ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഈ കടപ്പാട് ഞാൻ മറക്കില്ല. അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ അത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് ഞാൻ ഒരു ഇന്നതാവണമെന്നോ മറ്റേതാവണമെന്നോ പവറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഈ നാട്ടിൽ വികസനം കൊണ്ടുവരണം എന്ന എൻ്റെ ഒരു വാശിയാണ്, പാർട്ടിൻ്റെ ഒരു വാശിയാണ്. ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം എന്ന് ഞങ്ങളുടെ ഒരു വാശിയാണ്, ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അത് മുമ്പോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നേമം മണ്ഡലം മാത്രമല്ല, 140 മണ്ഡലങ്ങളിൽ ഈ ഇലക്ഷനിൽ NDAന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നേമം മണ്ഡലത്തിന് വേണ്ടി, നേമം ജനങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ജയിപ്പിക്കുന്നത് എന്നെ മാത്രമല്ല, പാർട്ടിനെയാണോ NDAനെയാണ്, നമ്മുടെ നാടിനെയാണ്, നിയമത്തിനാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ നിയമത്തിനെ ജയിപ്പിക്കാനും കേരളത്തിനെ ജയിപ്പിക്കാനും ഒരു ഇലക്ഷനായിട്ട് എല്ലാവരും കാണണം എന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഒരുമിച്ച് ഒറ്റക്കെട്ട് 70 കൊല്ലം നമ്മളെ തലയെ കെട്ടിവെച്ച ഈ വിവാദ രാഷ്ട്രീയം, CPM കോൺഗ്രസ് കെട്ടിവെച്ച വിവാദ രാഷ്ട്രീയം, പ്രീണ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം, ഒന്നും ചെയ്യാണ്ട് MLA-മാര് 10, 15, 20 കൊല്ലം കുത്തിയിരിക്കുന്ന രാഷ്ട്രീയം, അത് മാറ്റണം. ആ മാറ്റേണ്ട ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അപ്പോൾ എന്നെ സഹായിക്കണം, പിന്തുണ തരണം, ഒരുമിച്ച് നമ്മളെ പ്രവർത്തിക്കണം, നാടിന് മുമ്പോട്ട് കൊണ്ടുപോകണം, നിയമത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വികസിത നിയമം ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന് ഈ മാറ്റം തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് ഇനി ഒരു കുറച്ച് ദിവസം കൂടി, സാധാരണ കഴിഞ്ഞ ടേമിൽ കിട്ടിയ സമയത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. എന്നാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4.5 വർഷം മുമ്പ് തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ രാഷ്ട്രീയം നേമം മണ്ഡലത്തിൽ നിന്ന് അവസാനിപ്പിക്കണമെന്ന്. ഈ തെരഞ്ഞെടുപ്പ്, നേമം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിജയിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയും ഒരു തിരുത്തലിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. രാജുവേട്ടൻ പറഞ്ഞു, അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു അവസരം 2024 കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്കൊക്കെ വേണ്ടി, അതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളിലൊക്കെ തന്നെ PM ശ്രീ എന്നൊരു പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ ഒരു സ്കൂളിന് 1 കോടി, 1.5 കോടി, 2 കോടി രൂപ ക്ലാസ് റൂം മെച്ചപ്പെടുത്തുന്നതിനും പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൊടുത്തിട്ട് സംസ്ഥാന സർക്കാരിനോട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പറയുകയാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിടണം, അതിൽ നിന്നും കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും പറ്റിക്കൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ടെത്തിക്കണമെന്ന്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നട്ടല്ലുറപ്പോടെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഈ രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള വിധേയത്വമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ കോർപ്പറേഷന്റെ ഭരണം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആശയും ഞാനും MR-ഉം അജിയും പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനും ഒക്കെ തന്നെ സ്കൂളുകളിൽ പോകുമ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സ്മാർട്ട് ക്ലാസ് റൂം വരണമെന്നാണ്. സ്മാർട്ട് ക്ലാസ് റൂം നടപ്പിലാക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ചപ്പോൾ അവിടെ പോയിട്ട് ഒപ്പിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഘട്ടം ഒപ്പിട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിനെ കബളിപ്പിച്ച് ആദ്യഘട്ടം പണം നേടിയെടുത്തിട്ട് കരാറിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിയത്, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്.
അത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളിക്കാരന് ഇനി കേരള രാഷ്ട്രീയത്തിൽ അവസരം കൊടുക്കണോ എന്ന് ചിന്തിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതായത് നേമം മണ്ഡലത്തിന്റെ മാത്രമല്ല കേരളത്തിലെ മുഴുവനും സാമ്പത്തികമായി ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുളടയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് നേമത്തെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ BJPക്ക് അധികാരം ഭരണം നൽകിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ചർച്ച കാരണം കഴിഞ്ഞ 40-45 വർഷം കൊണ്ട് നടത്തിയ ഇടതുപക്ഷ ഭരണസമിതി നടത്തിയ ഓരോരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും നല്ല മാതൃകകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ളപ്പോഴേക്കും വിളപ്പിൽശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മനോഹരമായ ഒരു പദ്ധതിയെ അഴിമതി നടത്തി തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾ ഭയത്തോടെ കാണുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചതിന്റെ തുടക്കക്കാരൻ ആരാണെന്നുള്ളത് നിയമം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വീണ്ടും നിയമസഭയിൽ എത്തണോ വേണ്ടമോ എന്ന് നിയമത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ഇനി വരാൻ പോകുന്ന കുടുംബയോഗങ്ങളിലും രാഷ്ട്രീയ യോഗങ്ങളിലും മാധ്യമ ചർച്ചകളിലും ഒക്കെ തന്നെ മുഴങ്ങി കേൾക്കേണ്ടത് ഈ ശബ്ദമാണ്. അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും തിരുത്തൽ ശക്തിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർജി വന്നിട്ടുള്ളത്. പിന്നെ നിയമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 22,500 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ നിയോജക മണ്ഡലം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യ കേരളത്തിലെ രാഷ്ട്രീയ തിരുത്തലിന്റെ തുടക്കമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇനിയുള്ള ഒരു 10-20 ദിവസം മുഴുവൻ ആൾക്കാർക്കും കേരളത്തിന്റെ വികാരം നിയമത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരു വളരെ വലിയൊരു ക്ഷേത്രമായി മാറട്ടെ ഈ ഒരു ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ആശംസയും അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.